ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം രാജ്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോണത് ആകാശിക് റെക്കോർഡിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ കേൾക്കേണ്ട നിങ്ങളുടെ ഒരു മെസ്സേജ്, ഒരു പാസ്റ്റും പിന്നെ ഇനി നിങ്ങളുടെ ഒരു ഫ്യൂച്ചറും, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഇതിൽ പയലൊന്നും ഞാൻ വെക്കുന്നില്ല. പിന്നെ ടൈംലെസ് റീഡിംഗ് ആണ്. നമുക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും ബന്ധപ്പെട്ട ഒരു കാര്യം, അത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോണെന്ന് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് എന്തായിരുന്നു, നിങ്ങളുടെ ഫ്യൂച്ചർ എന്താ? പലപ്പോഴും പാസ്റ്റ് ലൈഫ് റീഡിങ് എടുക്കുമ്പോൾ രണ്ടുപേരും റെസണേറ്റ് ആണെന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ നിങ്ങളുടെ സോള് ഈ രണ്ട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം. നമുക്ക് ഈ ഒത്തിരി ജന്മങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ സെയിം ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത സോളായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. നമുക്ക് നോക്കാം. ഹെവി എനർജിയാണ് ഇത് പാസ്റ്റ് ആണേ. ദ ട്രഷർ. ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ ആണ്. ആർക്കേഞ്ചൽ മിഖായി. നമുക്കിതിന് രണ്ട് കാർഡ് കൂടി എടുക്കാം. പാസ്റ്റിലെ ഒരു കാര്യവും ഫ്യൂച്ചറിലേക്കുള്ള ഒരു കാര്യം. ഇത് കിങ് ഓഫ് സോൾസ് ആണ്. നോക്കാം. ആദ്യം നിങ്ങളുടെ പാസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് നോക്കാം. ദ ടു ഓഫ് കീസ്, ദ ട്രഷർ ആണ് വന്നിട്ടുള്ളത്, ജഡ്ജ്മെന്റ്. അപ്പൊ ഇതില് പാസ്റ്റില് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തില് അത് നിങ്ങളുടെ ഉള്ളില് വളരെ വലിയ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊരു വളരെ വലിയ അനുഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. അതായത് ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങളത് പൂർണ്ണമായിട്ടും തിരിച്ചറിയുകയോ അത് പ്രവർത്തിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് നിങ്ങളെ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അത്രയും വലിയ ഒരു അനുഗ്രഹമുള്ളതായി നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ കുറേ പ്രശ്നങ്ങൾ കൊണ്ട്, ചില കഷ്ടതയും കുറെ കൺഫ്യൂഷനും ഒക്കെ കൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം, അതൊരു ട്രഷറാണ്. അപ്പോൾ ട്രഷർ എന്ന് പറയുമ്പോൾ ഒരു അത്രയും മൂല്യമുള്ള ഒരു കാര്യം, ഒരു നിധി, അത് ഉണ്ടായിരുന്നതെങ്കിലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല കഴിഞ്ഞ ജന്മത്തില്. ഇതില് ഈ ജഡ്ജ്മെന്റ് വന്നിട്ടുള്ളത് ഈ ഒരു ജീവിത ഘട്ടം അവസാനിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്താണ് കഴിഞ്ഞ ജന്മവുമായി കണക്ട് ചെയ്ത് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു നിധിയുണ്ട് എന്നുള്ളൊരു തോന്നല് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങളുടെ പഴയ ആ ഒരു വിശ്വാസത്തെയും ഭയത്തെയൊക്കെ വിട്ട് നിങ്ങളൊരു പുതിയ ഒരു ഒരു ഉൾവിളിയിലേക്ക് നിങ്ങൾ ഇറങ്ങി എന്നുള്ളതാണ് കാണുന്നത്. അതിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് പറ്റി എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇപ്പോഴും മറഞ്ഞു കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കഴിവുകൾ, അത് കൂടുതലും അതൊരു ആത്മീയമായ ഒരു കാര്യമാണ്. ഒരു ഹീലിങ്ങോ അല്ലെങ്കിൽ ചിലപ്പം ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്നതോ അങ്ങനെയായ മറ്റുള്ളവർക്ക് വളരെ റെയറായിട്ട് കിട്ടുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ
ഈ ഒരു ജന്മം അത് തിരിച്ചറിയുന്നുണ്ടായിരിക്കാം. ഇതിൽ കാണുന്ന കുറേ ആൾക്കാർക്കും മനസ്സിലാകുന്നുണ്ട് അത്രയും വലിയൊരു കഴിവ് നിങ്ങൾക്കുണ്ട്, നിങ്ങൾ സംതിങ് സ്പെഷ്യൽ ആണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇതില് ഈ ഒരു സമയം നമ്മൾ ഈ പ്രസന്റ് ലൈഫ് ടൈമില് നിങ്ങളൊരു വലിയ മാറ്റത്തിന്റെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ജഡ്ജ്മെന്റ് പറയണത്. അപ്പൊ നിങ്ങൾ പഴയ ആ ഒരു ജീവിത രീതിയിൽ നിന്നും ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്കൊരു സ്പിരിച്വൽ പാത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം ഈ ഒരു ജന്മത്തിൽ. ഇത് അതുകൊണ്ടാണ് ഇപ്പം നമുക്കതൊക്കെ മനസ്സിലാകും. ഈ സ്പിരിച്വൽ പാത്ത് ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ പാത്തിലുള്ള ആൾക്കാരാണ് നിങ്ങൾ ഈ ആകാശിക റെക്കോർഡൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ അറിയാൻ വളരെ ആകാംക്ഷയുള്ളത് അതുകൊണ്ടാണ്. അപ്പം നമ്മൾ പല ആൾക്കാരും എനിക്ക് എൻ്റെ കഴിഞ്ഞ ജന്മം ഒന്നും അറിയണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എനിക്ക് കഴിഞ്ഞ ജന്മം അറിഞ്ഞിട്ട് എന്താണ്, അല്ലെങ്കിൽ അടുത്ത ജന്മം അറിഞ്ഞിട്ട് എന്താണ്, ഈ ജന്മത്തിൽ മതി, ഞാൻ ഇങ്ങനെയാണ്, എനിക്കിതിങ്ങനെ മതി, കഴിഞ്ഞ ജന്മം എന്താണെന്ന് അറിയണ്ടെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എന്തിനാണ് കഴിഞ്ഞ ജന്മം അറിഞ്ഞിട്ട്? അപ്പോൾ പലർക്കും ഭയമാണ്, കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ളൊരു കാര്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ കോൺഫിഡൻസ് പോകും. ഇപ്പോൾ അവർ ജീവിക്കുന്ന ഒരു ചുറ്റുപാട് ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല, അല്ലെങ്കിൽ അവരെന്തോ ഒരു ചിലപ്പോൾ അത് കുറച്ച് ഒരു നല്ല കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ, ഈ ജന്മത്തിൽ കോൺഫിഡൻസോടെ ജീവിക്കുന്ന ആൾക്കാർ, എന്നാൽ അവർക്കറിയാം അവരെ ഉള്ളിൽ അത്രയധികം ഒരു വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്ന ആൾക്കാർ. അതായത് കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു മൂടുപടം മാത്രമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ പലപ്പോഴും അവര് വേണ്ട, അറിയണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കഴിഞ്ഞ ജന്മത്തില് നിങ്ങൾക്കുള്ള ആ ഒരു കഴിവുകള്, എന്തോ ഒരു കഴിവുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ജന്മത്തിലെ ആകാശിക റെക്കോർഡ്, ടാരോ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാൻ ഒരാഗ്രഹമുള്ളത്. കഴിഞ്ഞ ജന്മം എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കൊരു താല്പര്യമുള്ളത്. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് അത്രയും എന്തോ ഒരു കഴിവോ ഒക്കെ ഉള്ളത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സോളിന് അറിയാവുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കഴിവിനെയും നിങ്ങളുടെ അറിവിനെയും ഒന്നും നിങ്ങൾ ചെറുതായിട്ട് കാണാതിരിക്കുക. പഴയ നിരാശയൊന്നും നിങ്ങൾ ഈ ഒരു സമയത്ത് കൊണ്ടുവരരുത്. പിന്നെ നിങ്ങളുടെ സോളുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുക. ഈ ഒരു സമയം എന്ന് വെച്ചാൽ ഒരു ട്രാൻസിഷന്റെ ഫേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുക. അടുത്ത് വന്നിട്ടുള്ളത് നിങ്ങളുടെ ഫ്യൂച്ചറാണ്. ഈ ഫ്യൂച്ചറിൽ വന്നിട്ടുള്ളത് ആർക്കേഞ്ചൽ മിഖായേലും ക്യൂൻ ഓഫ് സോഡ്സും ആണ്. അപ്പൊ ആർക്കേഞ്ചൽ മിഖായേൽ എന്ന് പറയുന്നത് സംരക്ഷണം, പ്രൊട്ടക്ഷന്റെ ഒരു ഏഞ്ചലാണ്. ധൈര്യം, സത്യം എന്നൊക്കെ. അത് മാത്രമല്ല, നെഗറ്റീവ് എനർജിയിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനം കിട്ടും. നെഗറ്റീവായിട്ടുള്ള ഒരു എന്നുവെച്ചാൽ പുറത്തുള്ള ആ ഒരു നെഗറ്റീവ് ശക്തികൾ നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിങ്ങളെ ഈ ഒരു ആർക്കേഞ്ചൽ മിഖായേൽ മാലാഖ നിങ്ങളെ കാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മുന്നോട്ട് പോകുന്ന യാത്രയിൽ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആർക്കേഞ്ചൽ മിഖായേൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നാണ് കാണുന്നത്. അതായത് നിങ്ങളെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളെയോ ആളുകളെയോ ഒക്കെ നിങ്ങളെ വിട്ടുകളയും. അതൊക്കെ അത് കട്ട് ചെയ്ത് മാറ്റിക്കളയും എന്നുള്ളതാണ് കേട്ടോ. ആർക്കേഞ്ചൽ മിഖായേൽ അത് കട്ട് ചെയ്ത് കളയും. വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇതില് ഫ്യൂച്ചറില് നമ്മുടെ ഇമോഷണലി നമ്മൾ ഡൗൺ ആകുന്ന സമയത്ത് നമ്മളെ ബുദ്ധി കൊണ്ട് പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. നമ്മളെപ്പോഴും വ്യക്തമായ ബൗണ്ടറി സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. മാത്രമല്ല സത്യം പറയാനുള്ളൊരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് കാണുന്നത്. നിങ്ങളുടെ അറിവും അനുഭവവും ഒക്കെ ഉപയോഗിച്ച് മറ്റുള്ളവരെ നയിക്കാൻ കഴിവുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറും ഫ്യൂച്ചറിൽ. കാരണം ആൾറെഡി നിങ്ങൾക്ക് പാസ്റ്റിൽ കുറേ കഴിവുകളുണ്ട്. ഈ പ്രസന്റ് ലൈഫ് ടൈമിൽ നിങ്ങൾക്കത് ഇതുവരെ അത് അത്രത്തോളം ആക്ടിവേറ്റ് ആയിരുന്നില്ലെങ്കിൽ ഈ ഒരു സമയം മുതൽ നിങ്ങൾ അത് തിരിച്ചറിഞ്ഞ് അത് ആക്ടിവേറ്റ് ആക്കുന്നു എന്നാണ് കാണുന്നത്. ഇതിലൂടെ മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. ഇതില് പഴയ ആ ഒരു ജീവിത പാഠങ്ങളൊക്കെ നിങ്ങൾ പൂർത്തിയാക്കി എന്നുള്ളതാണ്.
നിങ്ങൾ ധൈര്യത്തോടും വ്യക്തതയോടും നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾ തീരുമാനിച്ച ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ മിഖായേൽ മാലാഖ നിങ്ങളെ ശരിക്കും പ്രൊട്ടക്ട് ചെയ്യുന്നു, നിങ്ങൾക്കുള്ള ഇൻഡ്യൂഷൻ തരുന്നു, നിങ്ങൾ അറിയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നു. അപ്പോൾ സ്പിരിച്വൽ പാത്തിലുള്ള ആൾക്കാർ കൃത്യമായിട്ടും ആ ഒരു ഗൈഡൻസ് നിങ്ങളുടെ ഇൻഡ്യൂഷനിലൂടെ ആ ഒരു ഗൈഡൻസ് ലഭിക്കും. ഫ്യൂച്ചറിൽ കൂടുതലായിട്ട് നിങ്ങളുടെ ഇൻഡ്യൂഷന് നല്ല ക്ലാരിറ്റി ഉണ്ടാകും. ഇത് ക്യൂൻ ഓഫ് സോർട്സ് എന്ന് പറയുന്നത് വളരെ എന്താണ്, എല്ലാ കാര്യത്തിനും കൃത്യതയും വ്യക്തതയൊക്കെ ഉള്ള ഒരാളാണ്. കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകും. ഇമോഷന് അവിടെ സ്ഥാനമൊന്നും ഉണ്ടായിരിക്കൂല. കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകും. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഈ സ്പിരിച്വൽ പാത്തിൽ ശരിക്കും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരുന്ന ആ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളത് കൂടുതൽ വ്യക്തതയോടെ ശക്തിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് കാണുന്നത്. ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റാത്തവണ്ണം നിങ്ങൾ വളരും എന്നുള്ളതാണ് ഈ ആർക്കേഞ്ചൽ മിഖായേൽ പറയുന്നത്. കാരണം ഇതില് ആർക്കേഞ്ചൽ മിഖായേൽ ഈ കുട്ടികളുടെ എനർജി, രണ്ട് കുട്ടികളുടെ ഫോട്ടോയാണുള്ളത്. അപ്പൊ അതില് മിഖായേൽ മാലാഖയുടെ കൈ പിടിക്കുന്ന 2 കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾ മിഖായേൽ മാലാഖയുടെ കൈ പിടിക്കുന്നു എന്നുള്ളതാണ്. മിഖായേൽ മാലാഖ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ ഇതാണ് കഴിഞ്ഞ ജന്മത്തില് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കാര്യം നിങ്ങളുടെ ഫ്യൂച്ചറിൽ എങ്ങനെ ബാധിക്കുന്നു. ഇതില് നിങ്ങൾക്കൊരു ശരിക്കും ശക്തമായൊരു പ്രൊട്ടക്ഷൻ അപ്പോഴും ഉണ്ടായിരുന്നു. പല പല കാര്യങ്ങൾ, ഹിഡൻ ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിവും ഒക്കെ ഉണ്ടായിരുന്നു. അത് തിരിച്ചറിയാൻ പറ്റാതെ പോയത് ചിലപ്പോൾ പലപ്പോഴും നമ്മളുടെ സാഹചര്യം കൊണ്ടായിരിക്കും കേട്ടോ. ഈ ഒരു സമയത്തും നിങ്ങളുടെ സാഹചര്യം കൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എവിടെയോ ഒരു ഉൾവിളി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കഴിവിനെ കുറിച്ച് നിങ്ങൾ എന്തോ ഒരു സ്പെഷ്യൽ ആണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയായിരുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ കഴിഞ്ഞ ജന്മവുമായി ബന്ധപ്പെട്ട് ആകാശിക് റെക്കോർഡിൽ നിന്നും കിട്ടിയ മെസ്സേജ്. താങ്ക് യു. അപ്പോ ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.